എങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരാമെന്ന് ഒരു നല്ല മനുഷ്യനായി തീർന്ന ഒരാൾക്ക് മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെ ഒരു നല്ല സുബ്രഹ്മണ്യ ഭക്തനാകാമെന്ന് നല്ലൊരു സുബ്രഹ്മണ്യ ഭക്തനോട് മാത്രമേ ചോദിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി മാത്രമേ അങ്ങനെയായി തീരാൻ സാധിക്കുകയുള്ളൂ. കുറച്ചുനാൾ മുൻപ് സമാധി പ്രാപിച്ച ഏറ്റവും മഹാനായ ഒരു സുബ്രഹ്മണ്യ ഭക്തനാരായിരുന്നു, ഒരു യോഗി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പാമ്പൻ സ്വാമി. എങ്കിൽ പാമ്പൻ സ്വാമി പോലും മഹാനായി കരുതുന്ന വേറൊരു ഗുരുവുണ്ട്. പാമ്പൻ സ്വാമി തന്നെ എണ്ണപ്പെട്ട മഹാഗുരുക്കന്മാരിൽ, സുബ്രഹ്മണ്യ ഭക്തരായിട്ടുള്ള മഹാഗുരുക്കന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ്. അപ്പോൾ ആ പാമ്പൻ സ്വാമി പോലും സ്വന്തം ഗുരുവായി അല്ലെങ്കിൽ ആത്മഗുരുവായി കരുതുന്ന ആ മഹാഗുരു ആരാണ്? ആ മഹാഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ എങ്ങനെ സുബ്രഹ്മണ്യ കടാക്ഷം നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സുബ്രഹ്മണ്യ കടാക്ഷം ഒരു സുബ്രഹ്മണ്യ ഭക്തനിലേക്ക് എത്തണമെങ്കിൽ ഈ മഹാഭക്തൻ ചെയ്ത അതേ കാര്യം ചെയ്താൽ മതി. എന്താണ് എന്ന് പറയാം. ഈ മഹാഭക്തനാരാണ്? അരുണഗിരിയാർ. അരുണഗിരിനാഥനാണ് ഭഗവാന്റെ, സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും വലിയ 2 ഭക്തരിൽ ഒരാൾ അഗസ്ത്യരാണ്. അഗസ്ത്യർക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഭഗവാന്റെ കയ്യിൽ നിന്ന് ജ്ഞാനോപദേശം കിട്ടിയ, ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗുരുദീക്ഷ കിട്ടിയ സിദ്ധനാണെങ്കിൽ അതേ സ്ഥാനത്ത് തന്നെയാണ് അരുണഗിരിയാരുമുള്ളത്. അരുണഗിരിയാർക്കും ജ്ഞാനോപദേശം കിട്ടിയത് മുരുകനിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അഗസ്ത്യർ മഹാ തപസ്വിയായിരുന്നെങ്കിൽ അരുണഗിരിയാർ അങ്ങനെയേ അല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അരുണഗിരിയാർ ഈ മഹാതലത്തിലേക്ക് എത്തിയത്? സാധാരണ ഒരു മനുഷ്യനായി ജീവിച്ച് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അസാധാരണത പ്രാപിച്ച ആ മഹാഗുരു ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് അരുണഗിരിയാർ തിരുവണ്ണാമലയിൽ ജനിക്കുന്നത്. ജനനത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വിട്ട് കാലം പ്രാപിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം സഹോദരിയുടെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. അമ്മയില്ലാത്ത അരുണഗിരിക്ക് അമ്മയുടെ സ്നേഹ വാത്സല്യങ്ങൾ നൽകുകയും അമ്മയെ പോലെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സഹോദരി. അങ്ങനെ കാലം പോകെ അരുണഗിരിയാർ വളർന്നു, ഒരു യുവാവായി തീർന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ മോശമായ, നികൃഷ്ടമായ ഒരു സ്വഭാവം ഉടലെടുത്തു. അദ്ദേഹം ഏത് സ്ത്രീയെ കണ്ടാലും ആ സ്ത്രീയുടെ പിറകെ പോകുമായിരുന്നു, മറ്റു പല കാര്യങ്ങൾക്കുമായി. അങ്ങനെ ഒരുപാട് ദേവദാസിമാരുടെ പുറകെ നടക്കുകയും ഒരുപാട് പണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അതായത് ഒരുപാട് ധനം ഉണ്ടായിരുന്നു സഹോദരിയുടെ പക്കൽ, അത് മുഴുവൻ വാങ്ങുക, എന്നും സഹോദരിയുടെ പക്കൽ നിന്ന് പണം വാങ്ങുക, പണം വാങ്ങിക്കൊണ്ട് ഇതുപോലുള്ള സ്ത്രീകളുടെ പിന്നാലെ പോയി ആ പണം മുഴുവൻ നശിപ്പിക്കുക, ഇത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം വളരെ സൗന്ദര്യമുള്ള ഒരാളായിരുന്നു, വളരെ നല്ല ചർമ്മമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ത്വക്ക് രോഗം ബാധിച്ച് വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് അദ്ദേഹം പിന്തള്ളപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ചർമ്മകാന്തി പോകുന്നു, സൗന്ദര്യം പോകുന്നു, അദ്ദേഹത്തിൻ്റെ ധനം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ പതിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും സഹോദരിയുടെ അടുത്ത് ചെല്ലുന്നു, പണം വാങ്ങുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾക്കായി, പ്രവർത്തികൾക്കായി അത് വിനിയോഗിക്കുന്നു. അങ്ങനെ ജീവിതം പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു ദിവസം സഹോദരിയുടെ പക്കലുള്ള എല്ലാ തരത്തിലുള്ള ധനവും അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം സഹോദരിയുടെ അടുത്ത് ഇദ്ദേഹം ചെല്ലുന്നു, ചോദിക്കുന്നു, എനിക്ക് ധനം നൽകൂ, എനിക്ക് ഇന്ന കാര്യത്തിന് പോകണം. അപ്പോൾ സഹോദരി പറയുന്നു, എൻ്റെ കയ്യിലുള്ള ധനമെല്ലാം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം, നമ്മൾക്കറിയാം, ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആസക്തി പുലർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എത്രത്തോളം നശിപ്പിക്കുമെന്ന് നമ്മൾക്കറിയാം. അതിപ്പോൾ ലഹരിയാണെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവമാണെങ്കിലും ഇതുപോലുള്ള ശീലങ്ങളിൽ നമ്മൾ ആസക്തി പുലർത്തുകയാണെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ നമ്മൾ അത് ലഭിക്കാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് വല്ലാത്ത ദേഷ്യം വരും. അതേപോലെ ഇവിടെയും സംഭവിക്കുന്നു. സ്വന്തം സഹോദരിയോട് കയർത്ത് സംസാരിക്കുന്നു, രോക്ഷാകുലനാകുന്നു. എനിക്ക് പണം വേണം, എനിക്ക് ഇന്ന് പണം വേണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെയധികം രോക്ഷാകുലനാകുമ്പോൾ സഹോദരി പറയുന്നു, എൻ്റെ കയ്യിലുള്ള ധനമെല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രവും ഞാൻ മാത്രമേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ട് വിറ്റിട്ട് നിനക്ക് ഈ കാര്യം നടത്താം. സ്വന്തം സഹോദരി, അമ്മയുടെ സ്ഥാനത്തുള്ള സ്വന്തം സഹോദരി പറയുന്നു, നിനക്ക് എന്നെ കൊണ്ട് എവിടെയെങ്കിലും വിറ്റിട്ട് ആ പണം കൊണ്ട് നീ ഇത് നടത്തിക്കൊള്ളൂ, അതുമാത്രമേ എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു. ഏറ്റവും വലിയ അടി. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് ഇങ്ങനെയുള്ള ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി, നമ്മളുടെ ജീവിതം തന്നെ തല കീഴായി മാറി. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. വളരെയധികം നിരാശ കൊണ്ട്, സ്വന്തം സ്വഭാവത്തിൽ തന്നെയുള്ള തന്നോട് തന്നെയുള്ള ദേഷ്യം കൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നു, ഇതുപോലുള്ള ഇത്രയും നീചമായ ജീവിതം എനിക്കിനി വേണ്ട, ഞാൻ തിരുവണ്ണാമലയ്ക്ക് പോകുന്നു, അരുണാചല ശിവക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, എനിക്കിനി ജീവിതം വേണ്ട. എൻ്റെ സഹോദരി എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇത്രത്തോളം അധപ്പതിച്ചോ, എൻ്റെ സഹോദരിയോട് ഞാൻ ഇത്രയും കാലം എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ കാര്യത്തിലാണോ ഞാൻ പണം ചോദിച്ചുകൊണ്ടിരുന്നത്? ഈ എല്ലാ ബോധവും വന്നത് ഇപ്പോഴാണ്. എല്ലാ ബോധവും, അഹങ്കാരമില്ലാതായി. ആ ഒറ്റ ചോദ്യം കൊണ്ട് അഹങ്കാരമില്ലാതായപ്പോൾ എല്ലാ തരത്തിലുള്ള ഓർമ്മകളും വരികയാണ്. ഈ സഹോദരിയാണോ ഞാൻ ഇത്രയും കാലം പണം ചോദിച്ചുകൊണ്ടിരുന്നത്? ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണോ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? ആ ഒരു ചോദ്യം, ആ ഒരു ചിന്ത ഇദ്ദേഹത്തെ ആഴത്തിലുള്ള ചിന്തയിലേക്കും ആഴത്തിലുള്ള വിഷാദത്തിലേക്കും തള്ളിവിടുന്നു. ഈ വിഷാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയായി പരിവർത്തനപ്പെടാൻ അധിക കാലമെടുത്തില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിലേക്ക് പോവുകയാണ്,
അങ്ങനെ തിരുവണ്ണാമലയിലെത്തി അരുണാചല ശിവക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് താഴേക്ക് ചാടണമെന്ന് തീരുമാനിക്കുന്നു. എൻ്റെ രോഗം കൊണ്ട് എൻ്റെ ശരീരഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ സഹോദരി പോലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ഒന്നും വേണ്ട, എൻ്റെ ജീവൻ തന്നെ കൊടുക്കാം. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള മലങ്ങളും മായയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആസക്തികളും താനെന്നുള്ള ആണവവും മാറി. ആണവം, അഹങ്കാരം അത് മാറി. ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നുമല്ല. ഇത്രയും കാലം ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് നടന്നിരുന്നു, ഇത്രയും കാലം ഞാൻ എൻ്റെ പണത്തിൽ അഹങ്കരിച്ചു, ഇതൊന്നും ഇപ്പോൾ എനിക്കില്ല, ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിലെത്തുന്നു. അവിടെ നിന്ന് ചാടുന്നു. വലിഞ്ഞു കയറി ആ ഗോപുരത്തിന് മുകളിൽ അവിടെ എത്തി. അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു. എനിക്കിനി ജീവിക്കണ്ട, ഈ കല്ലിലടിച്ചെൻ്റെ തല ചിതറിപ്പോട്ടെ, എനിക്കിനി ജീവിക്കണ്ട. പക്ഷേ അദ്ദേഹം ഒരു അബദ്ധം കാണിച്ചു. ആത്മഹത്യ ചെയ്യാൻ പോയതാ, പക്ഷെ അറിയാതെ മുരുക എന്ന് വായിൽ നിന്ന് ഉച്ചരിച്ചു പോയി. മുരുക എന്ന് അറിയാതെ. അതിനു മുൻപ് മുരുക ഭഗവാന്റെ ഭക്തനല്ല, മുരുക ഭഗവാനെക്കുറിച്ച് എന്തിനു കേട്ടിട്ട് പോലുമില്ല. തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഭക്തനൊന്നുമല്ല, ഭഗവാനെക്കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടില്ല, കീർത്തനങ്ങൾ എഴുതിയിട്ടില്ല, ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ല. പക്ഷെ താഴേക്ക് ചാടിയപ്പോൾ അറിയാതെ മുരുക എന്ന് വായിൽ നിന്ന് വന്നുപോയി. നമ്മൾക്കറിയാം, വിളിച്ചാൽ ഓടോടി എത്തുന്നവനാണ് എൻ്റെ കുമരൻ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, വിളിച്ചാൽ ഓടോടി എത്തും ഭഗവാന്റെ മയിലും വേലും. അതേപോലെ എത്തി. വിളിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭഗവാൻ പ്രത്യക്ഷനായി. സ്വന്തം കരങ്ങൾ കൊണ്ട് തൻ്റെ ഭക്തനല്ലാഞ്ഞിട്ട് കൂടിയും ആ മഹാഭക്തനായി തീരാൻ പോകുന്ന ആ മഹത്തിനെ തൻ്റെ മാറോട് ചേർത്ത് തൃക്കരങ്ങളാൽ ഏറ്റുവാങ്ങി ഭഗവാൻ. നിലത്ത് വീണ് ചിന്നിച്ചിതറിപ്പോണ്ട തൻ്റെ ശരീരത്തെ രക്ഷിച്ച ആ മഹാനോട് അദ്ദേഹം ചോദിക്കുന്നു, അരുണഗിരിയാർ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? അപ്പോൾ ഒന്നും പറയാതെ ആദ്യമായി മുരുക ഭഗവാൻ അരുണഗിരിയാരോട് പറയുന്ന കാര്യം, സൊല്ലറെ സുമ്മായിര്. നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും തിരക്കാതെ നീ മിണ്ടാതിരി, ചുമ്മാതിരി, ഒന്നും ചെയ്യാതിരി. അതേപോലെ ആ വാക്കുകളെ വേദവാക്യമായി കരുതിക്കൊണ്ട് തന്നെ രക്ഷിച്ച ആ മഹത്താരുമായിക്കൊള്ളട്ടെ, ആ ആൾ പറഞ്ഞത് ഞാൻ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഒരു പുതുജീവൻ തന്നിരിക്കുന്നു. എനിക്ക് പല ബോധ്യങ്ങളും ആ കരങ്ങളിലേക്ക് സ്പർശിച്ചപ്പോൾ എനിക്ക് പല ബോധ്യങ്ങളും വന്നിരിക്കുന്നു. എന്നെ ആ രക്ഷിച്ച കരങ്ങൾ സാധാരണപ്പെട്ടൊരു കരങ്ങളല്ല. അതെനിക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ മിണ്ടാതിരിക്കാം. അങ്ങനെ ധ്യാനത്തിലേർപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞ് ആ കുമരൻ പ്രത്യക്ഷമാകുന്നു. ഞാനായിരുന്നു നിന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നു. അരുണഗിരി, നിന്നെ രക്ഷിച്ചത് ഞാനാണ്. ആ നാവിൽ പ്രണവം എഴുതി കൊടുക്കുന്നു. പ്രണവം എഴുതി കൊടുത്ത് ഭഗവാൻ ഒരു തരത്തിലുള്ള കഴിവുമില്ലാതിരുന്ന, പണ്ഡിതനായിരുന്നു എങ്കിലും ഒരു തരത്തിലുള്ള കവിത്വവും ഇല്ലായിരുന്ന ആ മഹത്തിന്, അരുണഗിരിയാരെന്നുള്ള ആ മഹാഗുരുവിന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ പ്രണവം എഴുതി കൊടുത്തുകൊണ്ട് പറയുന്നു, അരുണഗിരി പാട്, അരുണഗിരി നീ പാടൂ, എന്നെക്കുറിച്ച് പാടൂ, അരുണഗിരി നീ എന്നെക്കുറിച്ച് പാടൂ. ഇത്രയും കാലം നിന്റെ ജീവിതം വിഫലമായിരുന്നു. നീ പല കാര്യങ്ങൾക്ക് പിന്നാലെയും സഞ്ചരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് നിനക്ക് പുതുജീവൻ എത്തിയിരിക്കുന്നു. നീ ധ്യാനത്തിലൂടെ നിന്റെ ആത്മാവിനെ ഉണർത്തിയിരിക്കുന്നു. നീ എന്ന സത്യം നീ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ എന്നുള്ള സത്യം നീ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നീ എൻ്റെ പരാർത്ഥ ഭക്തനായിരിക്കും. അരുണഗിരി പാട്. എത്ര അതപ്പതിച്ച് പോകാവുന്ന ജീവിതമാണ് മുരുകൻ ഒരു വാക്കുകൊണ്ട് മാറ്റിയത്. സ്വല്ലറെ സുമ്മായിരുന്നു പറഞ്ഞു. അതൊന്ന്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അരുണഗിരി എന്ന ഭക്തനെക്കുറിച്ച്. ഇതെല്ലാം ഭഗവാന്റെ ഒരു തിരുക്കൂത്താണ്, തിരുവിളയാടലാണ്. ഭഗവാന്റെ തിരുവിളയാടൽ എന്താണെന്നറിയാമോ? ഇതൊക്കെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ഭക്തർക്ക് അരുണഗിരിയാരുടെ ജീവിതത്തിലൂടെ ഇതൊക്കെ മനസ്സിലാക്കി തരാൻ. അരുണഗിരിയാർ അത്ര സാധാരണ വ്യക്തിയൊന്നുമല്ല. ഇതിനു മുൻപ് തന്നെ മഹാഋഷി ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല. എങ്കിലും എത്ര നികൃഷ്ടമായി ജീവിച്ചാലും ഒരാൾ ഒരു നിമിഷം അഹന്ത വെടിഞ്ഞുകൊണ്ട് മുരുക എന്നുള്ളൊരു വാക്ക് മതി അയാളുടെ ജീവിതം മാറാൻ എന്നുള്ളത് ഭഗവാൻ ഇവിടെ തെളിയിച്ചു തന്നു. അരുണഗിരിയാർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അരുണഗിരിയാരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ആണവം, കർമ്മം, മായി. അതിലേറ്റവും വലിയ കാര്യമാണ് ആണവം. എന്താണ് ആണവം? ഞാനെന്നുള്ള അഹങ്കാരം. ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യം, ഈ ലോകത്തെല്ലാം ചെയ്യുന്നത് ഞാനാണ്. അല്ല, ത്രിഗുണങ്ങളാണ്. ആ ബോധമില്ല. ഭഗവാനാണ് എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഭഗവാന്റെ തിരുവിളയാടലാണ്, ഭഗവാന്റെ നാടകമാണ് ഈ ജീവിതം. അതിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. എങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം വന്നു അരുണഗിരിയാർക്ക്. ഞാൻ ഒന്നുമല്ല, ഞാൻ എത്ര നികൃഷ്ടമായിട്ടാണ് ജീവിച്ചത്. എൻ്റെ സൗന്ദര്യം പോയി, സൗന്ദര്യത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു, സൗന്ദര്യം പോയി. പണത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു, പണവും നഷ്ടപ്പെട്ടു. ആത്മാഭിമാനത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാനെന്നുള്ള ആത്മാഭിമാനത്തിൽ അതും നഷ്ടപ്പെട്ടു. സഹോദരിയുടെ ഒരു ചോദ്യം കൊണ്ട് അതും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത, ആ അഹന്തമാഞ്ഞ ആ ചിന്ത, മുമ്മലങ്ങളിലെ ആദിത്യ മലം, അഹംഭാവം, ആണവം, അത് മാഞ്ഞു. ആണവം മാഞ്ഞു, അഹങ്കാരം മാഞ്ഞു. ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധം, ആ ഒന്നുമല്ല എന്നുള്ള അഹങ്കാരം വെടിഞ്ഞ ഒരാൾ ഒരു തവണ വിളിച്ചാൽ മതി മുരുക എന്ന്, ഒരു തവണ വിളിച്ചാൽ മതി മുരുക എന്ന് ഭഗവാന്റെ പ്രത്യക്ഷ അനുഗ്രഹം കിട്ടും. ഇത് ഒത്തിരി കാലം മുൻപ് നടന്ന കഥയൊന്നും അല്ലല്ലോ. ഏറിപ്പോയാൽ 500 വർഷം മുൻപ് നടന്ന കഥയാണ് അരുണഗിരിയാരുടെ കഥ. 500 വർഷം മുൻപ് നടന്ന കഥ. അങ്ങനെ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉത്തരവ് പ്രകാരം പാടിയതാണ് തിരുപ്പുകൾ.
മുത്തൈ തരുപത്തി തിരുനകൈ എന്നും പറഞ്ഞ് തുടങ്ങിയ ആ തിരുപ്പുകൾ എവിടെ നിന്ന് എവിടെ എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഭഗവാൻ അഹന്ത വെടിഞ്ഞ് തന്നിലേക്ക് അഭയം പ്രാപിച്ച, ഒരു തവണയെങ്കിലും അഹന്ത വെടിഞ്ഞ ഹൃദയത്തോടുകൂടി ഭഗവാന്റെ മുന്നിൽ പ്രണമിച്ച ആ മഹാഭക്തന് വേണ്ടി തൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ രചിച്ചോളൂ, തിരുപ്പുകൾ തന്നെ നീ രചിച്ചോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ആരെയൊക്കെ തിരഞ്ഞെടുക്കാമായിരുന്നു? എത്രയോ വലിയ തപസ്വികളെ തിരഞ്ഞെടുക്കാമായിരുന്നു, എത്രയോ വലിയ യോഗ്യന്മാരെ തിരഞ്ഞെടുക്കാമായിരുന്നു. മഹാഭാരതത്തിൽ കൃഷ്ണൻ തിരഞ്ഞെടുത്തതുപോലെ തന്നെ കൃഷ്ണൻ ആരെയൊക്കെ തിരഞ്ഞെടുക്കാം. പക്ഷെ എന്തുകൊണ്ട് അർജുനനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് അർജുനനെ മാത്രം വിശ്വരൂപം കാണിച്ചു? അതുപോലെ തന്നെയാണ് ഇവിടെ. ഭഗവാൻ അറിയാം ആരെ തിരഞ്ഞെടുക്കണം. അല്ലാതെ നമ്മളെന്ന് പറയുന്നത് പോലെ ഒരുപാട് അറിവുണ്ടായിട്ടോ, ഒരുപാട് എന്താ പറയുക, അഹങ്കാരം ഉണ്ടായിട്ടോ കാര്യമില്ല. ഞാൻ എന്തോ ആണ് എന്നുള്ള ചിന്ത, എനിക്ക് ഒരുപാട് അറിവുണ്ട്. ഒരറിവില്ലെങ്കിലും ഉള്ളിൽ നിന്ന് മുരുക, അഹങ്കാരമില്ലാതെ എനിക്ക് നീ ആരാണെന്നറിയില്ല, നീ ബ്രഹ്മമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. മഹാഗുരുക്കന്മാരെല്ലാം ബ്രഹ്മമാണെന്ന് പറയുകയാണെങ്കിലും ഇന്ന് ന്യൂ ജൻ ഗുരുക്കന്മാർ പണം സമ്പാദിക്കാൻ വേണ്ടി ഭഗവാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കേൾക്കണ്ട. ഭഗവാൻ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സത്യമായ ആനന്ദ സ്വരൂപൻ, ആ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ മനസ്സ് കളങ്കമല്ലാത്ത ഒരാളുടെ ഒരു വാക്ക് മതി അവിടെ പ്രത്യക്ഷമാകാൻ. ഭഗവാൻ കാട്ടിത്തരുന്നു, സുബ്രഹ്മണ്യൻ കാട്ടിത്തരുന്നു. തൻ്റെ പരാർത്ഥ ഭക്തൻ നിറഞ്ഞ മനസ്സോടുകൂടി ഒന്ന് വിളിച്ചാൽ മതി, ഒരു നാമം ഉച്ചരിച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്, മുരുകാ 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 എന്ന് ജപിച്ചാൽ മതി, നാമം ജപിച്ചാൽ മതി. മുരുകാ 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 എന്ന് ജപിച്ചു. എന്താ പറയാ, മനസ്സിൽ നിന്നുള്ള എല്ലാ അഹന്തയും പിടിഞ്ഞ് ജപിച്ചോ, ഉറപ്പായും ഭഗവാൻ എത്തും, നമ്മളുടെ മുന്നിലെത്തും, പ്രത്യക്ഷ അനുഗ്രഹം നൽകും. മുരുകൻ്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? നമ്മൾക്ക് ആർക്കും അറിയത്തില്ലാത്ത ഭഗവാന്റെ 2 ക്യാരക്ടറുണ്ട്, 2 സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, അഹന്തയോടുകൂടി ഭഗവാനെ വിളിക്കുന്ന ഒരാളെ അതേ ടോണിൽ അതേ ഭാഷയിൽ മറുപടി കൊടുക്കും ഭഗവാൻ. അഹന്തയോടുകൂടി ഞാനാണ് എല്ലാം ചെയ്യുന്നത്, നിന്നെ ഞാൻ വെറും ദൈവമായിട്ട് കരുതുന്നേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ നിന്നെ വിളിക്കും മുരുക എന്നുള്ള വിളി. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പോൾ എനിക്ക് വന്നേക്കാം, മൊട്ട അടിച്ചേക്കാം, ഭഗവാനെ നിനക്ക് ഞാൻ ഇത്ര ലക്ഷം രൂപ തന്നേക്കാം. ഭഗവാൻ ഒരിക്കലും കൂടെ നിൽക്കില്ല. യഥാർത്ഥ ഭക്തൻ 1 രൂപ പോലും ഭഗവാന്റെ കാണിക്കയായി ഭഗവാന്റെ കാൽക്കൽ ഏൽപ്പിച്ചാൽ നിറഞ്ഞ മനസ്സോടുകൂടിയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ അത് സ്വീകരിക്കും. അല്ലാതെ കൊടുക്കണമല്ലോ എന്നോർത്തല്ല, പൂർണ്ണ മനസ്സോടെ കൊടുക്കണം ഭഗവാന്, അഹന്തയില്ലാതെ കൊടുക്കണം. ഭഗവാനെ നീയാണ് എൻ്റെ എല്ലാം, നീ അറിയാതെ ഒന്നും നടക്കുന്നില്ല കുമര, എൻ്റെ ജീവിതത്തിൽ നീയാണെല്ലാം, എന്നെ ഒന്ന് രക്ഷിക്കും ഭഗവാനെ, നീയല്ലാതെ ആരുമില്ല എന്നുള്ള ശരണാഗതി. ഞാനൊന്നുമല്ല, നീ എൻ്റെ അമ്മയാണ്, അച്ഛനാണ്, നീയാണ് ഈ കുഞ്ഞിനെ നോക്കേണ്ടത്, ഇവൻ ഈ മായിൽ കിടന്ന് ഉഴലാനല്ലാതെ ഒന്നും അറിയത്തില്ല ഭഗവാനെ, ഞാൻ വെറും പുഴുവല്ലേ, നീയല്ലേ എന്നെ രക്ഷിക്കേണ്ടത്, നീയല്ലേ എൻ്റെ അച്ഛൻ, നീയല്ലേ എൻ്റെ അമ്മ, എന്നെ രക്ഷിക്കുക ഭഗവാനെ എന്നുള്ള ശരണാഗതി. ഈ ശരണാഗതി എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ആത്മനിവേദനം എന്ന് പറയും ഭക്തിയിൽ. ഈ ഒരു കാര്യം ചെറിയ കാര്യമൊന്നുമല്ല, അത് ചെയ്തൊരാൾക്കറിയാം അതിൻ്റെ മഹത്വം. നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട, എല്ലാം ഭഗവാൻ ചെയ്തോളൂ. ഭക്തി ആദരവോടുകൂടി കൂടുതൽ വലിയ ഉപാസനകളോ സാധനങ്ങളോ ഒന്നും ചെയ്യണ്ട, മുരുക എന്ന് വിളിച്ചുകൊണ്ട് ആത്മനിവേദനം നടത്തി നോക്കൂ. എനിക്കിനി ഒന്നും അറിയില്ല ഭഗവാനെ, നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, നീയാണ് പരബ്രഹ്മം, നിന്നിലും ഉയർന്നവൻ ആരാണുള്ളത്, നീയല്ലേ ജ്ഞാനപ്പഴം, പഴം നീ അപ്പാ, പഴം നീ അപ്പാ എന്ന് വിളിച്ചു നോക്കൂ ഭഗവാനെ. തീർച്ചയായും ജീവിതം ഭഗവാൻ അങ്ങ് എടുക്കും. തീർച്ചയായും പറഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതം അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ, കയ്യിലേക്ക് എടുക്കും, ഭദ്രമായിരിക്കും. കയ്യിലേക്ക് എടുത്താൽ പിന്നെ ജീവിതത്തിൽ എന്ത് നടക്കണോ വേണ്ടയോ ഭഗവാൻ തീരുമാനിക്കും. എൻ്റെ ഭക്തൻ്റെ മുന്നിൽ എന്ത് വരണോ വേണ്ടയോ ഭഗവാൻ തീരുമാനിക്കും. എന്താണെങ്കിലും ചെയ്ത കർമ്മത്തിന് പാപം അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അനുഭവിച്ച് തന്നെ, ഈ കർമ്മ വികർമ്മങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ, അതനുഭവിച്ച് തന്നെയേ മാറുള്ളൂ. പക്ഷെ ആ വരുന്നതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സുബ്രഹ്മണ്യന് മാത്രമേ സാധിക്കുള്ളൂ. നല്ലൊരു സുബ്രഹ്മണ്യ ഭക്തൻ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചു നോക്കൂ, 1000 വരേണ്ട പണിയായിരിക്കും. ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് തന്നെ, അഹന്ത മാഞ്ഞത് കൊണ്ട് തന്നെ അത് 10 വരും. കണ്ണെ കൊള്ളാനുള്ളത് പിരികത്തെ കൊണ്ടുപോകും. അതാണ് ശരണാഗതിയുടെ പ്രത്യേകത. അഹങ്കാരം വെടിഞ്ഞ് ഞാൻ ഒന്നുമല്ല ഭഗവാനെ, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നീ അല്ലേ എന്നുള്ള ആ ശരണാഗതി ഭഗവാനിൽ കൊടുക്കൂ, ഭഗവാനിലേക്ക് ഏകൂ. ഭഗവാൻ എടുക്കും നിങ്ങളുടെ ജീവിതം, കയ്യിലെടുക്കും ജീവിതം. പിന്നെ യമധർമ്മൻ വന്നാൽ പോലും ഭഗവാൻ തീരുമാനിക്കും എപ്പോൾ എവിടെ വെച്ച് എൻ്റെ ഭക്തന് എന്ത് സംഭവിക്കണമെന്ന്. അതാണ് മുരുകൻ ജീവിതം നമ്മളുടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ. നമ്മൾ പറയില്ലേ, നമ്മൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയില്ലായിരിക്കും, നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ കൊടുത്താൽ, എന്തിനേറെ പറയുന്നു, ആ വാഹനം നിർമ്മിച്ച ആളുടെ കൊടുത്താൽ അദ്ദേഹത്തിന് അറിയാത്ത മെക്കാനിസം ഉണ്ടോ ആ വണ്ടിയിൽ അല്ലെങ്കിൽ ആ വാഹനത്തിൽ? അതുപോലെ തന്നെയാണ് ഈ ലോകം തന്നെ, ഈ ജീവിതം തന്നെ നമ്മൾക്ക് നൽകിയ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഭഗവാനിലേക്ക് ജീവിതം കൊടുത്താൽ
ഭഗവാൻ നിയന്ത്രിക്കും നിങ്ങളുടെ ജീവിതം. സമ്പൂർണ്ണമായിരിക്കും ജീവിതം, സുഫലമായിരിക്കും ജീവിതം. സുഫലം, എല്ലാം നേടും, എല്ലാം തരും ഭഗവാൻ. ഭഗവാൻ അനുഗ്രഹമൂർത്തിയാണ്, അനുഗ്രഹമൂർത്തി, അനുഗ്രഹഭാവത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കാമേശ്വര ശിവൻ എന്ന് പറയുന്നത് അനുഗ്രഹമൂർത്തിയാണ്. അല്ലാതെ നമ്മളിന്ന് വിളിക്കുന്ന പല ശിവഭാവങ്ങളും ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയാണ്. പഞ്ചാക്ഷരി പോലും ആത്മീയമായ ഉന്നതിക്കാണ്. പക്ഷേ ശരവണഭവൻ അങ്ങനല്ല, ഭഗവാൻ അങ്ങനല്ല. ഭഗവാൻ ഒരേ സമയം ആത്മീയമൂർത്തിയുമാണ്, ഒരേ സമയം അനുഗ്രഹമൂർത്തിയുമാണ്. ഒരിക്കലും മറക്കരുത്. ഒരു സുബ്രഹ്മണ്യ ഭക്തൻ മനസ്സിലാക്കണം, ശിവന്റെ തന്നെ അനുഗ്രഹ സ്വരൂപമാണ് സുബ്രഹ്മണ്യൻ. ശിവൻ തന്നെയാണ് സ്വരൂപം. അഹോബിലം അഹോബിലം.